SDPIയും പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം വിഭാഗത്തിന് തന്നെ പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് ഹിന്ദുത്വ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നതെന്ന് കണ്ണൂർ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ. ഒരു വർഗീയത മറ്റൊരു വർഗീയതയെ ശക്തിപ്പെടുത്തുകയാണ്. 4 സീറ്റ് നേടാനുള്ള ഹീനമായ പ്രവൃത്തിയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും MV ജയരാജൻ അമൃത വാർത്തകളോട് പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒന്നാണ് കണ്ണൂർ. രാജ്യത്ത് CPMന് ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള കണ്ണൂർ ജില്ലയിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജനാണ്. UDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് KPCC അധ്യക്ഷനായ K സുധാകരനും. CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. കണ്ണൂരിൽ മുൻപെങ്ങുമില്ലാത്ത ചൂടാണ് ഇത്തവണ. ഇതിന് പുറമെയാണ് തെരഞ്ഞെടുപ്പ് ചൂടും. അതിവേഗം ബഹുദൂരം എന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നയമായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അത് പ്രാവർത്തികമാക്കുന്നത് LDF സ്ഥാനാർത്ഥി MV ജയരാജനാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ജയരാജൻ പ്രചാരണം ആരംഭിച്ചു. നിലവിൽ 4 റൗണ്ട് പ്രചരണമാണ് ജയരാജൻ നടത്തുന്നത്. രാവിലെ ആരംഭിക്കുന്ന പരിപാടി രാത്രി 10 മണിയോടെയാണ് അവസാനിക്കുക. കടുത്ത ചൂട് കാരണം തുറന്ന വാഹനത്തിൽ കയറിയുള്ള പ്രചരണം 11 മണിയോടെ നിർത്തും. പിന്നെ വൈകുന്നേരമായാൽ മാത്രമേ തുറന്ന വാഹനത്തിൽ കയറൂ. എന്നാൽ കടുത്ത ചൂടിനെയും അവഗണിച്ച് MV ജയരാജനെ സ്വീകരിക്കാൻ മുക്കിനും മൂലയിലും ജനപ്രവാഹമാണ്. സ്ഥാനാർത്ഥിയുടെ കട്ടൗട്ടുകളും പ്ലക്കാർഡുകളും മുത്തക്കുടകളും കൈലേന്തി സ്ത്രീകളും കുട്ടികളും യുവാക്കളും വയോജനങ്ങളും ഓരോ സ്ഥലത്തും കാത്തു നിൽക്കുകയാണ്. ബൈക്കുകളുടെ അകമ്പടിയോടെ വാദ്യമേളങ്ങളുമായാണ് ജയരാജനെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. കുട്ടികൾ കണിക്കൊന്ന പൂക്കളും നൽകുന്നു. LDF സ്ഥാനാർത്ഥി കണ്ണൂർ ജയിക്കുമെന്ന് ജനങ്ങളും പറയുന്നു. കണ്ണൂർ മണ്ഡലത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് LDFന്റെ സ്ഥാനാർത്ഥി. എന്തായാലും ജയരാജേട്ടൻ നല്ല ഭൂരിപക്ഷത്തോടെ നമ്മുടെ കണ്ണൂർ മണ്ഡലത്തിൽ വിജയിക്കും. ഞങ്ങൾ വിജയിപ്പിക്കും, ഉറപ്പാണ്. ഏതൊരു വ്യക്തിക്കും ഏതു സമയത്തും നേരിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് MV ജയരാജൻ എന്ന് പ്രവർത്തകർ പറയുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ വികസനമടക്കം പാർലമെൻറ്റിൽ കണ്ണൂരിൻ്റെ ശബ്ദം ഉന്നയിക്കാൻ MV ജയരാജനെ സാധിക്കുമെന്നും ജനങ്ങൾ വ്യക്തമാക്കുന്നു. സ്വാഭാവികമായും കേരളത്തിൽ 20 സീറ്റിനകത്തും ഇടതുപക്ഷം വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സാന്നിധ്യം സഭയിൽ ഉണ്ടായിട്ടുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, കടാശ്വാസ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നതിനകത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ശക്തമായ നിലപാട്, ഇതെല്ലാം സ്വീകരിച്ചത് ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ സമയത്താണ്. അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ളവരുടെ ആഗ്രഹം ഇടതുപക്ഷം അതിശക്തമായ നിലയിൽ കേരളത്തിൽ 20 സീറ്റിനകത്തും വിജയിച്ച് ആ സഭയിൽ BJPക്കെതിരെ NDAക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സംവിധാനമായി മാറണമെന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മളെപ്പോലെയുള്ള വ്യക്തികൾക്കെല്ലാം തന്നെ ഉള്ളത്. കണ്ണൂരിൽ MV ജയരാജനെ സംബന്ധിച്ച് ഏതൊരു വ്യക്തിക്കും എന്തൊരാവശ്യത്തിനും നേരിട്ട് പോയി സംസാരിക്കാൻ വേണ്ടി പറ്റിയ ആളാണ് MV ജയരാജൻ. മാത്രമല്ല DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്തെല്ലാം ഒരുപാട് സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേരിട്ട് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ, വ്യക്തിപരമായി നമ്മളെപ്പോലെയുള്ള ഒരുപാട് ആൾക്ക് കണ്ണൂർ ജില്ലയിൽ ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ സഭയിൽ പോയാൽ കണ്ണൂരിൻ്റെ ശബ്ദം, പ്രത്യേകിച്ച് എയർപോർട്ട് ഉൾപ്പെടെയുള്ള മണ്ഡലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് കണ്ണൂർ എയർപോർട്ടിൻ്റെ വിഷയങ്ങൾ ഉൾപ്പെടെ അതിശക്തമായി സഭയിൽ ഉന്നയിച്ചുകൊണ്ട് കണ്ണൂരിൻ്റെ ഒരു ശബ്ദമായി മാറാൻ ജയരാജനെ കൊണ്ടേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെല്ലാം തന്നെ. കേരളത്തിലെ കോൺഗ്രസിന് BJPക്കെതിരെ ഒന്നിച്ചു പോകണമെന്നില്ല. അതുകൊണ്ടാണ് വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നത്. എന്നാൽ ലീഗ് അതിനൊപ്പം നിൽക്കുന്നില്ലെന്നും ന്യൂനപക്ഷം BJPക്കെതിരാണെന്നും MV ജയരാജൻ പറയുന്നു. കോൺഗ്രസ്സിന് കേരളത്തിൽ സ്വീകരിക്കുന്ന അവരുടെ സമീപനം എടുത്തു പരിശോധിച്ചാൽ ഈ ഒന്നിച്ചു പോക്കിനോട് അവർക്ക് യോജിപ്പില്ല. അതിലേറ്റവും നല്ല ഒടുവിലത്തെ ഉദാഹരണമാണ് ഇരുവർഗീയ ശക്തികളുമായി അവർ കൈകോർക്കാൻ തീരുമാനമെടുത്തത്. നേരത്തെ തന്നെ BJPയുമായി അവർക്ക് നല്ല ബന്ധമാണ്. ഇതിനകം കേരളത്തിലെ ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ BJPയും കോൺഗ്രസും ചേർന്നിട്ടാണ് ഭരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതിന് ശേഷമാണ് പയ്യോളിക്ക ഗ്രാമപഞ്ചായത്തിൽ BJP ഇടതുപക്ഷ പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്നിട്ടുള്ള അവിശ്വാസ പ്രമേയത്തിന് കോൺഗ്രസ് പിന്തുണ കൊടുത്തത്. പക്ഷെ പഴയ പോലെ ലീഗ് അതിൻ്റെ ഒപ്പം ചേർന്നില്ല. അതൊരു പോസിറ്റീവായ വശമാണ്.
പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമമടക്കം പാസാക്കുകയും മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരായി നിയമത്തിലൂടെ കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നതോടെ ന്യൂനപക്ഷ വിഭാഗങ്ങളാകെ BJP വിരുദ്ധ മനോഭാവത്തിലാണ്. കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തിലും ന്യൂനപക്ഷങ്ങൾ അങ്ങേയറ്റം അസംതൃപ്തിയിലാണ്. SDPIയും പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം വിഭാഗത്തിന് തന്നെ പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് ഹിന്ദുത്വ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നത്. ഒരു വർഗീയത മറ്റൊരു വർഗീയതയെ ശക്തിപ്പെടുത്തുകയാണ്. 4 സീറ്റ് നേടാനുള്ള ഹീനമായ പ്രവൃത്തിയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത്. SDPIയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഉൾപ്പെടെയുള്ളവർ മുസ്ലിം വിഭാഗത്തിന് തന്നെ പ്രയാസമുണ്ടാക്കുന്ന വിധത്തിലാണ് ഹിന്ദുത്വ തീവ്രവാദികൾക്ക് കരുത്തു പകരുന്നത്. ഒരു വർഗീയത മറ്റൊരു വർഗീയതയെ ശക്തിപ്പെടുത്തുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ 2 വോട്ടും 4 സീറ്റും നേടാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ രാഷ്ട്രീയം അത് കോൺഗ്രസിൻ്റെ തന്നെ അണികൾ അംഗീകരിക്കാതെ പരാജയപ്പെടുത്തും. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ തർക്കങ്ങളാണ് കോൺഗ്രസിനകത്ത്. ഒരു വിഭാഗം SDPI വേണമെന്നും മറ്റൊരു വിഭാഗം SDPI വേണ്ടെന്നും പാർട്ടിക്കകത്ത് തർക്കവും വ്യക്തിപരമായൊരു സ്ഥാനാർത്ഥി ഞാൻ പാർട്ടി എന്ന് പറഞ്ഞാൽ SDPIയുടെ കൂടിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. അതുമൂലം കോൺഗ്രസിനെയാണ് ജനങ്ങൾ തിരസ്കരിക്കുക. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് MV ജയരാജൻ പ്രസംഗത്തിൽ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പത്മജ വേണുഗോപാലും അനിൽ ആൻ്റണിയും NDAയുടെ കണ്ണൂർ സ്ഥാനാർത്ഥിയുമൊക്കെ ഉദാഹരണങ്ങളായി എടുത്തു കാട്ടുന്നു. വർഗീയതയെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെന്നും ജയരാജൻ. പ്രത്യേകിച്ച് അവർ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നത് അവരുടെ മൃദു ഹിന്ദുത്വ സമീപനം കൊണ്ടാണ്. ഇപ്പോൾ കരുണാകരൻ്റെ മകൾ പോയി, ആൻ്റണിയുടെ മകൻ പോയി. ഈ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ KPCC നേതാവായിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് രാജിവെക്കുകയും അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ശരത്ചന്ദ്ര പ്രസാദ് കഴിഞ്ഞ ദിവസമാണ് രാജിവെച്ചത്. പക്ഷേ പിന്നീട് അദ്ദേഹം അത് മാറ്റി പറഞ്ഞു. പക്ഷെ എന്തെന്നായാലും അവരുടെയെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം BJP അനുകൂലമാണെന്നും അങ്ങനെയാണെങ്കിൽ പിന്നെ കോൺഗ്രസ്സിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് BJPയിൽ തന്നെ പോകുന്നതല്ലേ എന്ന ചിന്ത ഒരു കൂട്ടം കോൺഗ്രസ്സുകാരെ നല്ലതുപോലെ സ്വാധീനിക്കുന്നുണ്ട്. 2019 സ്ഥിതിയല്ല നിലവിലുള്ളത്. അന്ന് LDFന് തിരിച്ചടിയുണ്ടായത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. എന്നാൽ ഇത്തവണ ഇത് മാറും. കണക്കുകൾ അങ്ങനെയെന്നും MV ജയരാജൻ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലവും എതിരുമായിട്ടുള്ള നില വന്നിട്ടുണ്ട്. 2019 സ്ഥിതിയല്ല ഇന്ന്. 2019 അന്നത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടായത്. പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം നല്ല വിജയം നേടി. 2020 UDF ജയിച്ച മലയോര മേഖലയിലെ 5 തദ്ദേശ സ്ഥാപനങ്ങൾ UDFൻ്റെ കയ്യിൽ നിന്ന് LDF പിടിച്ചെടുത്തു. 2021 UDF ജയിച്ചിരുന്ന അഴീക്കോട് പിടിച്ചെടുത്തു അസംബ്ലി മണ്ഡലത്തിൽ. അപ്പോൾ ഇത് തെളിയിക്കുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 1.25 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മാത്രം ഇടതുപക്ഷത്തിനുണ്ട്. അതോടൊപ്പം നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, പിന്നീട് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് UDFൻ്റെ വാർഡുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 2019 ശേഷമുള്ള എല്ലാ ജനഹിത പരിശോധനകളിലും ഇടതുപക്ഷത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ സ്വാധീനം വർദ്ധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായും ഇടതുപക്ഷം വിജയിക്കും. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 2014 വിജയിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. കേരളത്തിലാണെങ്കിൽ 2004 ഒരു വൻ മുന്നേറ്റം ഇടതുപക്ഷത്തിന് ഉണ്ടാവുക തന്നെ ചെയ്യും. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും വികസനത്തിനാണ് തൻ്റെ പ്രഥമ പരിഗണനയെന്നും MV ജയരാജൻ. ഇപ്പോൾ വിമാനത്താവളം നേരിടുന്ന പ്രശ്നം എന്താ? പോയിൻ്റ് ഓഫ് കോൾ പദവിയാണ്. വിദേശ വിമാന കമ്പനികൾ അടക്കമുള്ള വലിയ വിമാനങ്ങൾ ഇവിടത്തേക്ക് വരണം. അതിനുള്ള സൗകര്യം റൺവേയിലുണ്ട്.
മറ്റ് സൗകര്യവും ഇന്ത്യയിലെ മികച്ച 10 വിമാനത്താവളങ്ങളുടെ ഗണത്തിൽ കണ്ണൂരിനെയും പെടുത്താവുന്ന വിധത്തിലാണ്. അങ്ങനെ കണ്ണൂർ വിമാനത്താവളം വികസനത്തിനായി ഇന്ന് കേഴുകയാണ്. എന്താ തടസ്സം? കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് എന്താ പറയുന്നത്? നമുക്ക് വിദേശ വിമാന കമ്പനികളുടെ സർവീസിന് അനുവാദം കൊടുക്കാൻ കഴിയണമെങ്കിൽ ആ രാജ്യത്ത് ഇന്ത്യയിലെ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താൻ അനുവാദം കിട്ടണം. അത് കൊടുത്തു പലതും. എന്നിട്ടും പോയിൻ്റ് ഓഫ് കോൾ പദവി നൽകുന്നില്ല. എന്നെ വിജയിപ്പിച്ചാൽ എൻ്റെ ആദ്യ പരിഗണന കണ്ണൂർ വിമാനത്താവളം പോയിൻ്റ് ഓഫ് കോൾ പദവിയോടുകൂടി വികസന കുതിപ്പിലെത്തിക്കുക എന്നുള്ളതാണ്. കണ്ണൂർ MP ആയി നിലവിലുള്ളയാൾ യഥാർത്ഥത്തിൽ 4.5 കോടി രൂപ മാത്രമാണ് MP ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത്. അത് ജനങ്ങൾക്കെല്ലാം അറിയാം. ശ്രീമ ടീച്ചർ MP ആയ സമയത്ത് 25 കോടിയിലേറെ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താരതമ്യം ജനങ്ങൾ നടത്തുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതീതി ഇത്തവണ വരണം എന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരു മാറ്റം കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടാവണമെന്ന് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ചിന്തയുമുണ്ട്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ലും LDF ആണ് മുന്നിൽ. നിലവിലെ അവസ്ഥയിൽ 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം. പക്ഷേ കഴിഞ്ഞ തവണ K. സുധാകരൻ നേടിയ 95,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മറികടന്ന് വിജയിക്കുക എന്നതാണ് MP ജയരാജനും LDFും നേരിടുന്ന വെല്ലുവിളി. 90 കോടി രൂപ പ്രതിവർഷം വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മേജർ റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ. ആകെ ഇത്തവണത്തെ ബജറ്റിൽ വകയിരുത്തിയതും 45 കോടി മാത്രമാണ്. കണ്ണൂരിനെ പൂർണ്ണമായി അവഗണിച്ചു. അതുപോലെയുള്ള കേന്ദ്ര പദ്ധതികൾ വാങ്ങിയെടുക്കുന്നതിൽ ഒരിടപെടൽ വേണ്ടതുണ്ട്. കണ്ണൂർ MP ആയി നിലവിലുള്ളയാൾ യഥാർത്ഥത്തിൽ 4.5 കോടി രൂപ മാത്രമാണ് MP ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത്. അത് ജനങ്ങൾക്കെല്ലാം അറിയാം. ശ്രീമ ടീച്ചർ MP ആയ സമയത്ത് 25 കോടിയിലേറെ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താരതമ്യം ജനങ്ങൾ നടത്തുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതീതി ഇത്തവണ വരണം എന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരു മാറ്റം കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടാവണമെന്ന് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ചിന്തയുമുണ്ട്. അതുതന്നെയാണ് ഈ ചൂട് കാലത്ത് ചൂട് സഹിച്ചും പ്രയാസങ്ങൾ വ്യക്തിപരമായി നിരവധിയാണ്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതല്ല. എന്നിട്ടും ജനങ്ങൾ എല്ലായിടത്തും നല്ലതുപോലെ ഒത്തുകൂടുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞങ്ങളെ സ്വീകരിക്കാൻ ആവേശപൂർവ്വം വരുന്നുണ്ട് എന്നത് കാണുമ്പോൾ മറ്റെല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് ജനങ്ങൾക്കൊപ്പം ഇറങ്ങുക എന്നതാണ് ഇപ്പം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. അത്തരത്തിൽ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം LDF സ്ഥാനാർത്ഥി MP ജയരാജൻ വ്യക്തമാക്കുന്നത്. വർഗീയതയ്ക്കെതിരെ പോരാടുന്നതിന് LDF അംഗം പാർലമെൻറ്റിൽ വരണം എന്ന് ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് 4ാം റൗണ്ടിലേക്ക് പ്രചരണം പോകുമ്പോൾ MP ജയരാജൻ വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം വിക്ടർ ജോസഫ്, അമൃത ന്യൂസ്.